നടുറോഡിൽ വീണ്ടും ചക്കക്കൊമ്പൻ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തോണ്ടിമലയിലാണ് കാട്ടാന ഇറങ്ങിയത്. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആന പിന്നീട് കാടുകയറി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ കാഴ്ച കണ്ടു. ശങ്കരപാണ്ഡ്യമേട്ടിലേക്ക് പിന്നീട് ആന കയറിപ്പോകുന്നു, വീണ്ടും തിരികെ വരുന്നു. ഇതാണ് ഈ ദിവസങ്ങളിലെ കാഴ്ച. ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം ചക്കക്കൊമ്പൻ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങി, ദേശീയപാതയിൽ ഇറങ്ങി അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തോണ്ടിമലയിലാണ് കാട്ടാന ഇറങ്ങിയത്. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ആന സ്വമേധയാ ഏലക്കാട്ടിലേക്ക്, തൊട്ടടുത്തുള്ള ഏലക്കാട്ടിലേക്കാണ് കയറിയത്. കാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. ആദായ സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഈ ദേശീയപാതയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ പെയ്തതിന് ശേഷം വലിയ തരത്തിലുള്ള മൂടൽമഞ്ഞ് ഈ ദേശീയപാതയിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ വരുന്ന വാഹനങ്ങൾക്ക് ആന റോഡിൽ നിന്നാൽ പോലും കാണാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണം, ശ്രദ്ധിച്ചു വേണം അതുവഴിയുള്ള യാത്ര എന്നുള്ള മുന്നറിയിപ്പും RRT നൽകിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആന ഇങ്ങനെ സുഖമായി വിലസുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തൊണ്ടിമല ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ചക്കക്കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. RRT സംഘം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത വേണം എന്ന് വനം വകുപ്പ് അറിയിക്കുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.